ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്താ കുട്ടികളെ? അതിനെ നമ്മള് അതിപൂരിത ലായനി എന്ന് പറയും കേട്ടോ. അതിപൂരിത ലായനി. അതിപൂരിത ലായനിയുടെ ഇംഗ്ലീഷ് വാക്ക് ആർക്കെങ്കിലും അറിയോ? ഇംഗ്ലീഷ് വാക്ക്, അതിപൂരിത ലായനിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താ കുട്ടികളെ? പറഞ്ഞേ. എന്തുവാ അതിപൂരിത ലായനിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താ? അയ്യേ, മോശം. ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആരുമില്ലടാ. ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആരുമില്ല. ഈ പൂരിത ലായനി എന്താ പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നല്ലേ പറയുന്നേ. അപ്പം സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താ കുട്ടികളെ? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കേട്ടോ. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിപൂരിത ലായനിയെ പറയുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താ കുട്ടികളെ? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഈ പൂരിത ലായനി എന്ന് പറയുന്നത്? പൂരിത ലായനി എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? അതായത് ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി എന്ന് വെച്ചാൽ ആ ഒരു ലായകത്തിന് ലയിപ്പിക്കാൻ കഴിയുന്ന പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് നമ്മളെന്ന് പറയുന്നത്. പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ? പൂരിത ലായനി. നമ്മൾ അതിന് ഇംഗ്ലീഷ് എന്ത് പറയും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. എന്ത് പറയും കുട്ടികളെ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അതായത് ഒരു നിശ്ചിത താപനിലയിൽ നമുക്കറിയാം ലയിക്കുന്നത് എന്തിലാണോ അതിനെ നമ്മൾ ലായകം എന്ന് പറയും അല്ലേ? ലയിക്കുന്നത് എന്തിലാണോ അതിനെ നമ്മൾ ലായകം എന്ന് പറയും. എന്താണോ ലയിക്കുന്നത് അതിനെ നമ്മൾ ലീനം എന്ന് പറയും. ലീനവും അതുപോലെ ലായകവും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലായനി കിട്ടും. ഓക്കെ. എന്തിലാണോ ലയിക്കുന്നത് അതിന് ലായകമെന്നും, എന്തിലാണോ ലയിക്കുന്നതിന് നമ്മൾ ലായകമെന്നും, എന്താണോ ലയിക്കുന്നത് അതിന് ലീനമെന്നും, ഇനി ലീനവും ലായകവും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലായനി കിട്ടും. ഓക്കെ അല്ലേ? നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിയെ നമ്മൾ എന്ത് പറയും? പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ആ പൂരിത ലായനിയിൽ നമ്മൾ വീണ്ടും ലീനം ചേർത്തുകൊണ്ടിരുന്നാൽ പൂരിതമാകാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് സൂപ്പർ സാച്ചുറേറ്റഡ് ലായനി. പൂരിത ലായനിയിൽ നമ്മൾ വീണ്ടും ലീനം ചേർക്കുകയാണെങ്കിൽ അതെന്തായി മാറും? സൂപ്പർ സാച്ചുറേറ്റഡ് ലായനി അല്ലെങ്കിൽ അതിപൂരിത ലായനിയായി മാറും. എടാ, മനസ്സിലാവുന്നുണ്ടേ നിങ്ങൾക്ക്? പറയടാ, മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? എക്കോ ഉള്ളവർ ലെഫ്റ്റ് സൈഡ് റീജോയിൻ ചെയ്യുക. ഓക്കെ. എന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പ്രതിധ്വനിക്കും. ഓക്കെ. റെയിനെ അതിന്റെ സിനിമയിലൊക്കെ റെയിന ഡയലോഗ് പറയുമ്പോൾ കണ്ടിട്ടില്ല, എക്കോ വരണം. അതനക്കാണ്. ഓക്കെ. എല്ലാവർക്കും എക്കോ ഉണ്ടോ? എല്ലാവർക്കും എക്കോ ഉണ്ട്. അപ്പൊ എന്റെ പ്രശ്നമായിരിക്കുമല്ലോ. റെയിന എന്തായ? എല്ലാവർക്കും എക്കോ ഉണ്ടാടേ? ഇല്ല. ഓക്കെ. നോ. ശരി. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം അല്ലേ പിള്ളേരെ? ഇനി എന്താണ് അപൂരിത ലായനി? അപൂരിത ലായനി എന്താണ്? അപൂരിത ലായനി പറ. എന്താ അപൂരിത ലായനി? അതായത് പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെ പറയുന്ന പേര്. പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ അത് പൂരിത ലായനിയായി അല്ലേ? പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ അത് പൂരിത ലായനിയായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂരിത ലായനി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ അല്ലെ? തൊട്ട് മുമ്പുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ? അപൂരിത ലായനി. അപൂരിത ലായനി നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുന്നേ? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. എന്ത് പറയും കുട്ടികളെ? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ.
അപ്പൊ നിങ്ങൾക്ക് ഈ 3 സാധനവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് പൂരിത ലായനി എന്ന് കേട്ടാൽ നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരാണ് പൂരിത ലായനി എന്ന് പറയും. ഈ പൂരിത ലായനിയിൽ തന്നെ നമ്മൾ വീണ്ടും ലീനം ലയിപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ, അതായത് പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ നമ്മൾ അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. പൂരിത ലായനി ആകുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥ, പൂരിത ലായനി ആകുന്ന തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ് എന്ന് പറയുന്നത് അപൂരിത ലായനി അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നു. മനസ്സിലായ? അപ്പൊ ഞാൻ അതൊരു ഒരു ഇതായിട്ട് പറഞ്ഞു തരാം കേട്ടോ, നിങ്ങൾ നോക്കിക്കോണേ. അതായത് അപൂരിത ലായനി, അപൂരിത ലായനി, അപൂരിത ലായനി, ഓക്കെ, അത് പൂരിത ലായനിയായി മാറും, പൂരിത ലായനിയായിട്ട് മാറും. ആ പൂരിത ലായനിയിൽ നമ്മൾ വീണ്ടും ലീനം ചേർത്താൽ അതെന്തായി മാറും കുട്ടികളെ? അതിപൂരിത ലായനിയായിട്ട് മാറും. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. പൂരിത ലായനി ആകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് അപൂരിത ലായനി. ഓക്കെ, പൂരിത ലായനിയിൽ വീണ്ടും നമ്മൾ ലീനം ചേർത്താൽ അതിപൂരിത ലായനി. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായ? ഓക്കെ, ശരി. ഞാൻ ചോദിക്കട്ടെ, ഈ ലീനത്തിന്റെയും ലായകത്തിന്റെയും തോത് തുല്യമാണെങ്കിൽ അതിനെന്ത് പറയും? ലീനത്തിന്റെയും ലായകത്തിന്റെയും തോത് തുല്യമാണെങ്കിൽ അതിനെന്ത് പറയും? ലീനത്തിന്റെയും ലായകത്തിന്റെയും തോത് തുല്യമാണെങ്കിൽ അത്തരം ലായനികൾ എന്ത് പറയും കുട്ടികളെ? ലീനത്തിന്റെയും ലായകത്തിന്റെയും തോത് തുല്യമാണെങ്കിൽ അത്തരം ലായനികളെ ഇക്വിലിബ്രിയം, അതിന് പേര് പറയും. എന്തുവാ? ലീനത്തിന്റെയും ലായകത്തിന്റെയും തോത് തുല്യമായിട്ടുണ്ടെങ്കിൽ പറയൂ. അയ്യയ്യേ, പറയണില്ല, ആരും പറയണില്ല. വളരെ ഐസോടോണിക് ലായനി എന്ന് പറയും. എന്ത് പറയും? ഐസോടോണിക് ലായനി, ഐസോടോണിക് ലായനി എന്ന് പറയും കേട്ടോ. എന്താ വളരെ ഐസോടോണിക് ലായനി കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ടേ, ഇതും പ്രീവിയസ് ആണ്. ലീനത്തിന്റെയും ലായകത്തിന്റെയും തോത് തുല്യമായിട്ടുള്ള ലായനികളെ എന്ത് പറയുന്നു കേട്ടാൽ ഐസോടോണിക് ലായനികൾ എന്ന് പറയും. ഐസോടോണിക് ലായനികൾ എന്ന് പറയും. മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്, ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് അതിനെന്ത് പറയും? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് അതിനെ നമ്മള് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന്, മൊളാരിറ്റി ഒക്കെ അത് വരും കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത്. ലീനത്തിന്റെ അളവിന്, ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയുടെ ഗാഢത എന്ന് പറയും കുട്ടികളെ. ലായനിയുടെ ഗാഢത എന്ന് പറയും. ഓക്കെ അല്ലേ? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവിനെ പറയുന്ന പേരെന്താണ്? ലായനിയുടെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. എന്താ കുട്ടികളെ? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഓക്കെ അല്ലേ? എങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ ആ ലായനിയെ നമ്മൾ എന്ത് പറയും? ഒരു ലായനി, ഈ ലീനവും ലായകവും മനസ്സിലായല്ലോ. എന്തിലാണോ ലയിക്കുന്നത് അത് ലായകം, എന്താണോ ലയിക്കുന്നത് അത് ലീനം. ഓക്കെ അല്ലേ? ലീനത്തിന്റെ അളവ് കുറഞ്ഞ ലായനിയെ നമ്മള് നേർത്ത ലായനി എന്ന് പറയും. ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ എന്താ കുട്ടികളെ? നമ്മൾ അതിനെ നേർത്ത ലായനി എന്ന് പറയും അല്ലെ? ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ നേർത്ത ലായനി എന്ന് പറയും. ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയൂടാ? ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ എന്തെന്ന് പറയും? കൂടുതലാണെങ്കിൽ ജാട പിടിച്ച ലായനി, ഗാഢയില്ലേ? ഗാഢലായനി. ഓക്കെ, ഗാഢലായനി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കാണ് ഈ ജാട. ഇപ്പൊ ആ വാക്ക് അങ്ങനെ ആരും ഉപയോഗിച്ച് കാണാറില്ല. പണ്ട് നമ്മൾ അതിലൊക്കെ പെമ്പിള്ളേരെ നമ്മൾ നോക്കുമ്പോൾ അവിടെ തിരിച്ചു നോക്കി നമ്മൾ പറയും അവൾ ഭയങ്കര ജാടയാണ്. ഏതെങ്കിലും സാറന്മാരൊക്കെ നമ്മുടെ ഇത്തിരി സ്നേഹത്തോട് സംസാരിച്ച് നമ്മൾ പറയും ആ സാറിന് ഇത്തിരി ജാട കൂടുതലാണ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ.
പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും ഉപയോഗിക്കില്ലല്ലേ? സോങ് കൊണ്ട് സാർ ജാട മറ്റേ നമ്മളെ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്, നമ്മുടെ ആവേശത്തിലെ പാട്ട്, ജാടാൻ തുടങ്ങുന്ന പാട്ട് അതല്ലേ? എന്താ മോളെ ജാട പച്ചയാ, എന്തുവാ എന്താ മോളെ എന്താ മോനെ ജാട പച്ചയാ, എന്തുവാ പാട്ടാണാ? ഓക്കെ. അപ്പോൾ നോക്കോ, അപ്പൊ ഗാഢലായനി മനസ്സിലായല്ലോ. ആ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് ചോദ്യം ഉണ്ട്. ഒരു ലായനിയില് കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഘടകം ഏതായിരിക്കും? ഒരു ലായനിയിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഘടകം ഏതായിരിക്കും? ഒരു ലായനിയിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഘടകം ഏതാ പിള്ളേരെ? ഒരു ലായനിയിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഘടകം ലീനവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ഏതാ കുട്ടികളെ? ലായകവുമാണ് കേട്ടോ. കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ലീനവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ഏതാണ്? ലായകവുമാണ്. കുറഞ്ഞ അളവിൽ ലീനം, കൂടിയ അളവിൽ ലായകം. കുറഞ്ഞ അളവിൽ ലീനം, കൂടിയ അളവിൽ ഏതാ കുട്ടികളെ? ലായകം. ഓക്കെ അല്ലേ? ഓക്കെ ശരി. അപ്പം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങള് എല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊന്നുകൂടെ പറയണോ? ലീനവും ലായകവും തുല്യമാണെങ്കിൽ അതിന് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. ഒരു നിശ്ചിത അളവ് ലായനി ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ലായനിയുടെ ഗാഢത. ഓക്കെ. ലീനത്തിന്റെ അളവ് കുറഞ്ഞ ലായനിയെ നേർത്ത ലായനി എന്നും കൂടിയ ലായനിയെ ഗാഢലായനി എന്നും പറയും. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ.